എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പില്ലിൻ അക്കാഡമി. മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 4 ആണ്. പാർട്ട് 1, 2, 3 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മെയ് 18 അധികാരമേറ്റു. യു ഡി എഫ് ആണ് ജയിച്ചത്. അങ്ങനെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി യു ഡി എഫിൻ്റെ വി ഡി സതീശനാണ് മെയ് 18 അധികാരമേറ്റത്. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 14ാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതേപോലെ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 14ാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുമായാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിൽ എത്തിയത്. സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രിയായി 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ മെയ് 18 അധികാരമേറ്റു. യു ഡി എഫ് ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 14ാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി ചോദിക്കാൻ സാധ്യത കാണും. കാരണം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി കൂടിയാണ് വി ഡി സതീശൻ. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിലെത്തിയത്. സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അടുത്ത ടോപ്പിക്ക് നോക്കാം. അമേരിക്കൻ മാധ്യമ വ്യവസായ രംഗത്തെ കുലപതിയും CNN സ്ഥാപകനുമായ ടെഡ് അന്തരിച്ചു. ന്യൂയോർക്കിൽ വെച്ചായിരുന്നു. 87 വയസ്സ്. ടെഡ് ടണർ 1980 CNN വാർത്തകൾക്ക് മാത്രമായി അദ്ദേഹം 24 മണിക്കൂർ TV ചാനലിന് തുടക്കം കുറിച്ചു. 24 മണിക്കൂർ വാർത്തകൾക്ക് മാത്രമായിട്ടൊരു ചാനൽ അദ്ദേഹം 1980 ടെഡാണ് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ ലോകത്തെ കേബിൾ നെറ്റ്വർക്കിംഗ് സംവിധാനം വിപുലമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം 1991 ഗൾഫ് യുദ്ധകാലത്തെ വ്യോമാക്രമണങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാണ് ലോക പ്രശസ്തി നേടിയത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അമേരിക്കൻ മാധ്യമ വ്യവസായ രംഗത്തെ കുലപതിയും CNN ഇതാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടോണം. CNN സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ടെഡ് ടണർ. 87 വയസ്സായിരുന്നു. ന്യൂയോർക്കിൽ അന്തരിച്ചു. അതുപോലെ CNN വാർത്തകൾക്ക് മാത്രമായി 24 മണിക്കൂർ TV ചാനൽ ലോകത്തെ TV ചാനലിന് തുടക്കം കുറിക്കുകയും ലോകത്ത് കേബിൾ നെറ്റ്വർക്ക് സംവിധാനം വിപുലമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നോക്കാം. ഈ വർഷത്തെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഔദ്യോഗിക ഗാനം കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറയുടെ ഡായ് എന്ന ഗാനമാണ്. ഓക്കെ, ഈ വർഷത്തെ ഫിഫ ലോകകപ്പ് 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഔദ്യോഗിക ഗാനം കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറയുടെ ഡായ് എന്ന ഗാനമാണ്. ആലപിച്ചിരിക്കുന്നത് നൈജീരിയൻ ഗായകൻ ബുർണ ബോയും ഷക്കീറയും ചേർന്നാണ്. US-ഉം മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ജൂൺ 11 തുടങ്ങും. 3 ആതിഥേയ രാജ്യങ്ങളുള്ള ആദ്യ ലോകകപ്പിൽ 48 ടീമുകളാണ് മത്സരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഔദ്യോഗിക ഗാനം കൊളംബിയൻ പോപ്പ് ഗായികയായ ഷക്കീറയുടെ ഡായ് എന്ന ഗാനമാണ്. ആലപിച്ചിരിക്കുന്നത് നൈജീരിയൻ ഗായകൻ ബുർണ ബോയും ഷക്കീറയും ചേർന്നാണ്. ഓക്കെ, ജൂൺ 11 തുടങ്ങും. അതിൽ 48 ടീമുകളാണ് മത്സരിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് സ്വന്തമാക്കിയത് KL രാഹുലാണ്. മാറിപ്പോകരുത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് സ്വന്തമാക്കിയത് KL രാഹുലാണ്. അതേപോലെ തന്നെ IPL-ൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലാണ്. ഓക്കെ, IPL-ൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് സ്വന്തമാക്കിയത് അത് വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലാണ്. അപ്പോൾ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ IPL-ൽ തന്നെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡെന്ന് സ്വന്തമാക്കിയത് KL രാഹുലാണ്.
ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന IPL ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് സ്വന്തമാക്കിയത് KL രാഹുൽ. അപ്പോൾ തന്നെ IPL ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലാണ്. അടുത്ത ടോപ്പിക്ക് നോക്കാം. ബയോകോൺ സ്ഥാപകയും അധ്യക്ഷയുമായ കിരൺ മജുംദാർ ഷായുടെ പിൻഗാമിയായി ക്ലെയർ മജുംദാറിനെ പ്രഖ്യാപിച്ചു. ഓക്കെ, ബയോകോൺ സ്ഥാപകയും അധ്യക്ഷയുമായ കിരൺ മജുംദാർ ഷായുടെ പിൻഗാമിയായി ക്ലെയർ മജുംദാറിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ബയോ സാങ്കേതിക വിദ്യ കമ്പനിയാണ് ബയോകോൺ. എന്താണ്? ഇന്ത്യൻ ബയോ സാങ്കേതിക വിദ്യ കമ്പനിയാണ് ബയോകോൺ. 1978 ഇത് സ്ഥാപിച്ചത്. അതേപോലെ തന്നെ ആഗോളതലത്തിൽ ബയോ ഫാർമ ഉൽപ്പന്നങ്ങളുടെ മുൻനിര നിർമ്മാതാക്കളാണ് ബയോകോൺ. ഒന്നുകൂടെ നോക്കാം. ബയോകോൺ സ്ഥാപകയും അധ്യക്ഷയുമായ കിരൺ മജുംദാർ ഷായുടെ പിൻഗാമിയായി ക്ലെയർ മജുംദാറിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ബയോ സാങ്കേതിക വിദ്യ കമ്പനിയാണ് ബയോകോൺ. 1978 ബയോകോൺ സ്ഥാപിതമായത്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ ബയോ ഫാർമ ഉൽപ്പന്നങ്ങളുടെ മുൻനിര നിർമ്മാതാക്കളാണ് ബയോകോൺ. അടുത്ത ടോപ്പിക്ക് നോക്കാം. ആസാം മുഖ്യമന്ത്രിയായി BJPയുടെ ഹിമന്ത ബിശ്വ ശർമ്മ അധികാരമേറ്റു. മെയ് 11 ആസാം മുഖ്യമന്ത്രിയായി BJPയുടെ ഹിമന്ത ബിശ്വ ശർമ്മ അധികാരമേറ്റു. തുടർച്ചയായ 2ാം തവണയാണ് ഹിമന്ത മുഖ്യമന്ത്രിയാകുന്നത്. അതേപോലെ തന്നെ ആസാം ചരിത്രത്തിലെ റെക്കോർഡ് വിജയമായിരുന്നു ഹിമന്തിൻ്റേത്. അപ്പോൾ ഓർത്തണം, ആസാം മുഖ്യമന്ത്രിയായത് BJPയുടെ ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. ഓക്കെ, തുടർച്ചയായ 2ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതേപോലെ തന്നെ പുതുച്ചേരി മുഖ്യമന്ത്രിയായി NDA നേതാവും NR കോൺഗ്രസ് അധ്യക്ഷനുമായ N രംഗസ്വാമി അധികാരമേറ്റു. മെയ് 13. പുതുച്ചേരി മുഖ്യമന്ത്രി ആരാണ്? N രംഗസ്വാമി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി NDA നേതാവും NR കോൺഗ്രസ് അധ്യക്ഷനുമായ N രംഗസ്വാമി അധികാരമേറ്റു. മെയ് 13. 5ാം തവണയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. ഓക്കെ, 5ാം തവണ. അതുപോലെ തന്നെ പുതുച്ചേരിയിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയും ആരാണ്? N രംഗസ്വാമിയാണ്. അടുത്ത ടോപ്പിക്ക് നോക്കാം. പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ, അതായത് PAC അധ്യക്ഷനായി കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, PACയുടെ അധ്യക്ഷനായിട്ട് പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PACയുടെ അധ്യക്ഷനായി കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗവും അതേപോലെ AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. PAC അധ്യക്ഷനാകുന്ന 4ാമത്തെ മലയാളിയാണ്. PACയുടെ അധ്യക്ഷനാകുന്ന 4ാമത്തെ മലയാളിയാണ് ആര്? KC വേണുഗോപാൽ. ഈ പദവി വഹിച്ച മറ്റ് മലയാളി നേതാക്കളാണ് ജോൺ മത്തായി, CM സ്റ്റീഫൻ, KV തോമസ്. CM സ്റ്റീഫൻ, KV തോമസ്. ഒന്ന് നോക്കാം. പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PACയുടെ അധ്യക്ഷനായി കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. PAC അധ്യക്ഷനാകുന്ന 4ാമത്തെ മലയാളിയാണ് KC വേണുഗോപാൽ. ഈ പദവി വഹിച്ച മറ്റ് മലയാളി നേതാക്കളാണ് ജോൺ മത്തായി, CM സ്റ്റീഫൻ, KV തോമസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.